ചേർന്നു വിജയകുമാർ. മാരാർജി ഭവനിലെ ആഘോഷമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായതിലുള്ള ബി.ജെ.പിയുടെ ആഹ്ലാദം സ്വാഭാവികമായിട്ടും അവർക്ക് ഇന്നിപ്പോ ആഘോഷിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഉറപ്പായും പറയാം. കാര്യം അതൊരു ചരിത്ര വിജയമാണ്. തിരുവനന്തപുരം പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോർപ്പറേഷൻ പിടിക്കാം. കേരളത്തിൽ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം തലയാണല്ലോ, തലസ്ഥാനം പിടിച്ചു. പ്രശ്നമായി. പിണറായി വിജയനെതിരായ SK ഇനിയിപ്പോ വരുന്ന രാഷ്ട്രീയ പ്രതികരണ സമയമാണ്. പിണറായി വിജയനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരം ജനം പ്രകടിപ്പിച്ചു ഹൈബീഡം പറയുകയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിൽ ജനം അസ്വസ്ഥരാണെന്ന് പറയുകയാണ്. KK രമ MP പറഞ്ഞു, നേരത്തെ MLA പറഞ്ഞത് പിണറായി രാജിവെക്കണം. നടക്കുന്ന ആഘോഷ പരിപാടികൾ ആലപ്പുഴയുടെ ചാർജ് രമേശ് ചെന്നിത്തല. അപ്പോ കേരളത്തിൽ ലഡുവിന്റെ വ്യാപനം കേരളത്തിൽ വ്യാപകമായ ലഡു. അപ്പൊ ലഡു കഴിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക, മധുരം കുറച്ച് കഴിക്കുക. അത് നേതാക്കൾക്കൊക്കെ നല്ലതാണ്. ഷുഗർ ഉണ്ടോ എന്നാലും അതാണ് മധുരം കുറച്ച് കഴിക്കുന്നത് ഇല്ല. പക്ഷെ എനിക്ക് ഷുവറാണ് എന്ത് ജനങ്ങളുടെ മനസ്സ് ഈയിടെയായിട്ട് കോമഡി കോമഡിയാണ്. വിജയകുമാർ, യു ആർ നോട്ട് an ordinary man. എം.എം.മണിക്കെതിരെ രമേശ് ചെന്നിത്തല പറയണം. എം.എം.മണി നേരത്തെ പറഞ്ഞ പ്രതികരണം വിവാദമാകും. നമ്മൾ നേരത്തെ പറഞ്ഞത് വിവാദമാകുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്ഷേമ പെൻഷൻ വാങ്ങിയിട്ട് തന്നിയുടെ കാട്ടിതാ പറഞ്ഞത്. അത് മണിമണി പോലെ പറഞ്ഞു. മണിമണി പോലെ അത് വിവാദം ഉണ്ടാവുകയാണ്. രമേശ് ചെന്നിത്തല അത് പറയണം. ആനുകൂല്യങ്ങൾ പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണെന്നൊക്കെയാ പറയുന്നത് രമേശ് ചെന്നിത്തല. അത് അതിനൊക്കെ ഇന്നത്തെ മൊഴിമുത്തുകൾ എന്ന് പറഞ്ഞ് നമുക്കൊരു പുസ്തകം എഴുതാവുന്നതാണ്. അതെ, എന്താണെന്നറിയോ, ചെന്നിത്തലയ്ക്ക് ഈ വിജയം എല്ലാം കൂടി വന്നിട്ട് അത് ആമാശയത്തിൽ കിടന്ന പ്രശ്നം ഉണ്ടാക്കും. എം.എം.മണി പറഞ്ഞ അത്രത്തോളം കടുത്ത പരാമർശമാണ്. അതങ്ങനെ അദ്ദേഹം അത് പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഇല്ലാത്ത പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്കൽ ഇൻഡയറക്റ്റ് ആണ്. എല്ലാം രാഷ്ട്രീയമല്ല. ഇതിലും വലിയ പണി കിട്ടാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ കാര്യത്തിലായിരിക്കും. അത് മണിയാശാൻ പറഞ്ഞതിനുള്ള പ്രതികരണം. അത് ആനുകൂല്യങ്ങൾ പിണറായിയുടെ കൊടുക്കുന്നതല്ല, ഇതിലും വലിയ പണി കിട്ടായിരിക്കുന്നുള്ളൂ എന്നൊക്കെ രമേശ് ചെന്നിത്തല പറയുകയാണ്. എം.എം.മണിയുടെ പരാമർശം ഉറപ്പായും സ്വാഭാവികമായി വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകും. അത് പറഞ്ഞുകൂടാത്തായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ വരുന്ന റിസൾട്ട് അനിൽകുമാർ പറയുന്നു. എനിക്ക് നമ്മുടെ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള അനിൽകുമാർ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് നമ്മുടെ 24 ഇലക്ഷൻ റിസൾട്ട് പ്രോഗ്രാം മറ്റ് പലരും കോപ്പി അടിക്കുന്നു, പക്ഷേ അത്ര എറിക്കുന്നില്ല. നമുക്കറിയത്തില്ല എറിക്കുന്നില്ലേ. ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് സ്കോപ്പ് ഉണ്ട്. എന്തിന് വേറെ കോപ്പി? എന്തിന് കോപ്പി അടിക്കുന്നതല്ലാണെങ്കിലും എല്ലാം കയറി കോപ്പി അടിക്കുക. അനുകരണങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക എന്ന് മാത്രം നമുക്ക് നമുക്ക് നന്നായിട്ട് പറഞ്ഞു. അനുകരണങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക. അപ്പോ രസകരമായ ഒരു വിവരം ഉണ്ട് കേട്ടോ. പല സ്ഥലത്തും റിസൾട്ട് സമനിലയാണ് ആയിരിക്കണം. അപ്പോ 70 ഗ്രാമപഞ്ചായത്തുകൾ, 6 ബ്ലോക്ക് പഞ്ചായത്ത്, 1 ജില്ലാ പഞ്ചായത്ത്, 1 മുനിസിപ്പാലിറ്റി, ഇവിടെ എല്ലാം നറുക്കെടുപ്പ് നടക്കും. പിന്നിലുള്ളത് അവർക്കും ഞാൻ നന്ദി പറയുന്നു. BJP NDA മുമ്പോട്ട് വെച്ച വികസിത കേരളം ജനങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ്, എത്രയോ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസിൽ നമ്മളുടെ ഒരു മുന്നേറ്റം, നമ്മളുടെ ഒരു ചാട്ടം, ഈ റിസൾട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഇനി ഈ ഒരു അനാലിസിസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഒരു 20% മേലെ നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയോ ഗ്രാമപഞ്ചായത്തും ലോക്കൽ ബോഡിയിൽ നമ്മൾ ഒപ്പോസിഷനും അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് BJP NDA എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഇത് വികസിത കേരളം, വികസനം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച BJP NDA ജനങ്ങൾ സ്വീകരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. പിന്നെ രണ്ടാമതൊരു പൊളിറ്റിക്കൽ മെസ്സേജ്, രാഷ്ട്രീയ മെസ്സേജ്. ആർക്കൊരു സംശയമില്ല, LDF ഭരിച്ച 10 കൊല്ലം ഭരിച്ച LDFന്റെ പരാജയമാണെന്ന്. അവരുടെ അഴിമതി, അവർ ശബരിമലയെ ചെയ്ത ദ്രോഹം, അവരെ എത്രയോ അനാസ്ഥയും കുറ്റകരമായ അനാസ്ഥയും അവരുടെ കഴിവില്ലായ്മയും, അതിൻ്റെ ഒരു മറുപടിയാണ് ഇന്ന് ജനങ്ങൾ തന്നിരിക്കുന്നത്. ഇനി ആ LDFന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. കോൺഗ്രസിന് കിട്ടിയ ഒരു മുന്നേറ്റം അത് കറക്റ്റാണ്. അവർക്ക് നല്ലൊരു
ഒരു ആന്റി ഇൻകംബൻസി വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു ടെമ്പററി ഫിനോമിനനാണ്. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ആരാണ് വികസനം ചെയ്യാൻ പോകുന്നത്, ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന 5-6 മാസം അസംബ്ലി ഇലക്ഷൻ്റെ കാലമാണ്. നമ്മൾ ഇവിടെ വികസന സന്ദേശം, വികസിത കേരളത്തിൻ്റെ ഈ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് കോൺഗ്രസിന് ഇന്ന് ലഭിച്ച ഒരു ഫലം ഒരു ടെമ്പററി ഫലമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മാറ്റം ജനങ്ങൾ തീരുമാനിച്ചു. മാറാത്തത് ഇനി മാറുമെന്ന് ഞങ്ങൾ മുമ്പോട്ട് വെച്ചപ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിച്ചു. തിരുവനന്തപുരത്തിലും മാറ്റം കൊണ്ടുവന്നു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ നല്ല മാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.